തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജ് ആണ് മരിച്ചത്. ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. ശശിനാരായണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് മറ്റു വിവരങ്ങൾ? പക്ഷേ ഇന്നലെ രാത്രിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജിനാണ് കുത്തേറ്റത്. അയൽവാസിയും മനോജിന്റെ ബന്ധുവുമായ രാജനാണ് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇരുവർക്കും രണ്ടുപേരും രണ്ടും അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. ഈ പ്രധാന വിഷയം, ഈ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം മനോജിന്റെ മകൻ തട്ടിയെടുത്തു എന്നുള്ളൊരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് തിരുവല്ല പോലീസ് പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തമ്മിൽ ചില വഴക്കങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഇത് സംബന്ധിച്ച് വീണ്ടും തർക്കം ഉണ്ടാവുകയും കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും 34 വയസ്സുള്ള ഓതറ സ്വദേശി മനോജാണ് കുത്തേറ്റ് മരിച്ചിട്ടുള്ളത്. അഭിലാഷേ, ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നുമില്ല. വ്യക്തിപരമായി ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കം എന്നത് തന്നെയാണല്ലേ പ്രാഥമികമായ നിഗമനം? തിരുവല്ല പോലീസ് അത്തരത്തിലാണ് പറഞ്ഞത്. ഇവർ തമ്മിൽ അയൽവാസിയും ബന്ധുക്കളുമാണ്. സ്വാഭാവികമായും അടുത്തടുത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം ചില തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച തുക മനോജിന്റെ മകൻ കൈക്കലാക്കി എന്നൊരു വിരോധം രാജനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഇത്തരം വാക്കേറ്റങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ചൊല്ലിയാണ് ഇന്നലെയും തർക്കമുണ്ടായത്. അത്തരത്തിൽ കൊലപ്പെടുത്തിയതാണ് പോലീസ് നമ്മളോട് പറയുന്നത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൂടി പരിശോധിച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനം എത്തുക. എപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കൊലപാതകം ഈ വ്യക്തി വൈരാഗ്യം എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് പറയുന്നത്. അഭിലാഷേ, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ കുത്തിക്കൊന്നു. പുത്തൻവീട്ടിൽ സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, എന്തായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ച സാഹചര്യം?